ഞാൻ ഷിഫാൻ ടീച്ചർ, പാലോട് പച്ച ഗവൺമെൻറ് LPSലെ ഹെഡ് മാസ്റ്റേഴ്സായി ജോലി ചെയ്യുന്നു. 2020 മാർച്ചിൽ എനിക്ക് ഒരു വയറുവേദന വന്നു. അതിനെ തുടർന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ക്യാൻസർ പിടിപെട്ടു എന്നറിയുന്നു. അതുവരെ ഞാൻ ആരോഗ്യവതിയായിരുന്നു. ഏകദേശം പ്രകൃതി ചിട്ടകളെല്ലാം പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ടും എനിക്ക് അസുഖം വന്നു. ഒരിക്കലും ആ അസുഖത്തിന് കീഴടങ്ങാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് അന്ന് 46 വയസ്സേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്ന് വലിയധികം ആഗ്രഹമുണ്ട്. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അസുഖം അറിഞ്ഞ സമയം തന്നെ നേരത്തെ തന്നെ എനിക്ക് പ്രകൃതി ജീവനുമായി വളരെ വ്യക്തമായ അറിവുള്ളതുകൊണ്ട് ജേക്കബ് സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു, നമുക്ക് എമർജൻസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല എനിക്കുള്ളത്. അതായത് ക്യാൻസർ രോഗത്തിൻ്റെ 4th സ്റ്റേജ് കഴിഞ്ഞ്, അഡ്വാൻസ്ഡ് സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അതെടുക്കുക എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. സർജറി ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാണ്. അവർ 9 കീമോ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അത് ചുരുക്കി അത് സർജറി ചെയ്തു. വീണ്ടും 9 കീമോ ചെയ്തു. ഓരോ കീമോയും ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ പ്രകൃതി രീതിയിൽ തന്നെ പരിഹരിച്ചു. മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല. ഓരോ കീമോ കഴിയുമ്പോഴും കീമോയുടെ അവസ്ഥ ഭയാനകമാണ്. ഓരോ സമയം ചെല്ലുമ്പോഴും വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രകൃതി ജീവിതത്തിൽ അതിജീവിക്കുന്നതോടൊപ്പം തന്നെ മനസ്സും വളരെ പക്വമായി മുന്നോട്ട് പോയി ജ്യൂസുകൾ കുടിക്കുകയും അപ്പോൾ തന്നെ ഓൺലൈൻ, അന്ന് കൊറോണ സമയമായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ അസുഖത്തെക്കുറിച്ച് സംസാരിക്കാതെ എനിക്കിപ്പോൾ അസുഖമില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോയി. എങ്കിലും 18 കീമോയും കഴിഞ്ഞ് റിവ്യൂ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അസുഖം 50% സപ്രസ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ബോഡിയിൽ അസുഖമുണ്ട്. അപ്പോൾ ഇനി എന്ത് വഴി എന്ന് മുന്നോട്ട് നോക്കിയ എനിക്ക് അട്ടപ്പാടിയിലെ പാരമ്പര്യ വൈദ്യവും ഹോമിയോ മരുന്നും പിന്നെ ഒരു പ്രശസ്ത ഓങ്കോളജിസ്റ്റിൻ്റെ സിദ്ധവൈദ്യവും തുടർന്നു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റിവ്യൂവിന് ചെന്നപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതായത് മെറ്റാസ്റ്റാസിസ് ആയി. ശരീരത്തിൻ്റെ ഉള്ളിലെ എല്ലാ അവയവങ്ങളിലും ക്യാൻസർ ബാധിച്ചു. ലങ്സ്, ലിവർ എന്ന് തുടങ്ങി എല്ലായിടത്തും സ്മോൾ നൊഡ്യൂൾസ് വന്ന് പിടിപെട്ട് കഴിഞ്ഞു. അപ്പോഴും ഞാൻ ഭയന്നില്ല. ഇനി അലോപ്പതി ചികിത്സയ്ക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് ജേക്കബ് സാറിനെ വിളിക്കുകയും എറണാകുളത്തെ സെൻറ്ററിൽ ചെല്ലുകയും ചെയ്തു. പക്ഷേ എറണാകുളത്ത് സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇത്രയും മോശമായ അവസ്ഥയിലുള്ള നിങ്ങളെ കുറച്ചുകൂടി പക്വമായ ഒരു ഡോക്ടർ തിരുവനന്തപുരം ബ്രാഞ്ചിലുണ്ട്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുകയും 1 മാസം അവിടെ താമസിച്ച് പ്രകൃതി രീതികൾ പാലിക്കുകയും അതിനെ തുടർന്ന് 2.5 വർഷം അവിടെ നിന്ന് ശീലിച്ച എന്താണോ, അതായത് തികച്ചും വേവിക്കാത്ത ഭക്ഷണം കഴിച്ച് 2.5 വർഷം കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് 20 കിലോ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സംശയമായി, എന്തുകൊണ്ട് ഇത്രയും വെയിറ്റ് കുറഞ്ഞു. ഞാൻ അതിന് കാരണമുണ്ട്. ഡോക്ടർ എൻ്റെ അടുത്ത്, ജേക്കബ് സാർ എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും റെസ്റ്റ് കൊടുത്തില്ല ബോഡിക്ക്. കാരണം അലോപ്പതിയിൽ എന്നെ ഏതാനും ദിവസങ്ങൾക്ക് എനിക്ക് ആയുസുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് എല്ലായിടത്തും പോകണം, കല്യാണത്തിന് പോകണം, സ്കൂളിൽ പോകണം, വർക്ക് ചെയ്യണം, വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാം വേവിച്ച് കൊടുക്കണം. കാരണം മരിക്കാൻ പോവുകയല്ലേ. അതിനു മുമ്പ് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ഓട്ടപ്പാച്ചിൽ ഞാൻ റെസ്റ്റ് എടുത്തില്ല. പക്ഷേ പ്രകൃതി രീതികൾ കൃത്യമായി പാലിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും സംശയമായപ്പോൾ വീണ്ടും അവിടെ അന്നുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പക്ഷേ ഞാൻ തയ്യാറായില്ല. ജേക്കബ് സാറും പറഞ്ഞു ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും എല്ലാവരുടെയും
അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോൾ ബോഡി പെറ്റ് സ്കാൻ എടുക്കുകയും അതിൻ്റെ റിസൾട്ട് 100% ആരോഗ്യവതിയായ ഒരാളായി ഞാൻ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 വർഷം കൂടിയായി. ഞാൻ ഈ 3 വർഷമായി വേവിച്ച ഭക്ഷണം, ഒരു നേരം വേവിച്ച ഭക്ഷണം കഴിക്കുന്നു, 2 നേരം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നു, കൃത്യമായി യോഗ ചെയ്യുന്നു, മറ്റു കാര്യങ്ങളിലെല്ലാം കൃത്യമായി പങ്കെടുക്കുന്നു, 100% ആരോഗ്യത്തോടെ. അത് ക്യാൻസർ വന്നു എന്നുള്ളത് ഒരു ചരിത്രമായി മാറി. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഈ 6 വർഷവും ഞാൻ ജോലിയിൽ തുടർന്നു. ഇപ്പോഴുള്ള പ്രൊമോഷൻ ലിസ്റ്റിലാണ് എനിക്ക് HM ആയി കിട്ടിയത്. 500 കുട്ടികളുള്ള സ്കൂളിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നുണ്ട്. 100% ആരോഗ്യമായി ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ജേക്കബ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഈ അവസരം നിങ്ങളടുത്ത് ഓരോരുത്തരും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. ഒരിക്കലും ഇത് അടിച്ചേൽപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നെ ആരും അടിച്ചേൽപ്പിച്ചതല്ല, ഞാൻ സ്വയം ഉൾക്കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കിത് പറ്റും. എന്താണോ ജേക്കബ് സാറ് പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ച്. അന്ന് എൻ്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ, 1 വർഷം വേവിക്കാത്തത് കഴിച്ചാൽ എനിക്ക് ഒരായുസ് ജീവിക്കാം, അത് കഴിഞ്ഞിട്ട് ഇനിയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എന്നുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ജേക്കബ് സാറിൻ്റെ അടുത്ത് പോയപ്പോൾ, എങ്ങാനും അസുഖം ഉള്ളിലുണ്ടെങ്കിലോ ഒന്നുകൂടി തുടർന്നോളൂ, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞ ശേഷം അല്പം കൂരവ് കാച്ചി കുടിച്ച്, അതായത് റാഗി കാച്ചി കുടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ ഞാൻ അല്പാൽപ്പം കഴിച്ചു തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ ഒരു നേരം ചുവന്ന അരി ചോറും അവിയലും മറ്റു കാര്യങ്ങളും കഴിക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഫ്രൂട്ട്സ് സലാഡ്സ് കഴിക്കുന്നു, ജ്യൂസുകൾ കുടിക്കുന്നു. ആരോഗ്യാവസ്ഥയിൽ ഒട്ടും മാറ്റമില്ല, 10 കിലോ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ഇതേ അവസ്ഥയിൽ എത്തിപ്പെടണമെങ്കിൽ നിശ്ചയദാർഢ്യത്തോടെ ഇതിനെക്കുറിച്ച് പഠിച്ച് മുന്നേറിയാൽ നമുക്ക് ഉറപ്പായിട്ട് വിജയം ഉണ്ടാവും. 100% ഗ്യാരണ്ടിയാണ് ജേക്കബ് സാറിൻ്റെ വാക്കുകൾ. പഴങ്ങളും കഴിച്ച് പച്ചവെള്ളവും കുടിച്ചാൽ ക്യാൻസർ മാറും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വൈദ്യശാസ്ത്രം അംഗീകരിക്കില്ല. എങ്കിലും ജീവിക്കുന്ന ഒരു തെളിവാണ് ഞാൻ. എന്നെപ്പോലെ നിരവധി പേര്, എനിക്കറിയാവുന്ന നിരവധി പേര് ഈ രംഗത്തുണ്ട്. എറണാകുളത്തുള്ള ഒരു ഹണി, കണിയാപുരത്തുള്ള ഒരു സലിം, അവരെല്ലാം ഫോളോ ചെയ്ത് അവരുടെ എല്ലാം മാർഗം ഉൾക്കൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ശേഷവും ഇതേ പാതയിലുള്ള ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും രോഗം മാറിയതായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇതിനിടയിൽ ഈ ചിട്ടയിൽ ഒരു വിരോധവും കാണിക്കാൻ പാടില്ല. യോഗ കൃത്യമായിട്ട് ചെയ്യണം, മനസ്സ് ശക്തിപ്പെടുത്തണം. അതാണ് ജേക്കബ് സാറിൻ്റെ പാഠം. മനസ്സ് ശക്തിപ്പെടുത്തി നമ്മുടെ അസുഖത്തിനെ ഇല്ലാതാക്കുക. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആഹാരവും ശുദ്ധമായ ആഹാരം, ശുദ്ധമായ വായു, നല്ല മനസ്സ് ഇതിനുണ്ടെങ്കിൽ നമുക്ക് പറ്റും. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പറ്റും. നല്ലൊരു വണ്ടി വാങ്ങിച്ചാൽ അതിന് എന്ത് പെട്രോളാണോ ഡീസലാണോ എന്ന് നമ്മൾ കൃത്യമായി നോക്കിയിട്ടേ അതിലടിക്കാറുള്ളൂ, അല്ലേ? പിന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ടത് കൊടുക്കാൻ നമുക്ക് പ്രാപ്യമാവാത്തത്? നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശരീരം ഞാനും തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ചത് കാരണമായിരിക്കണമല്ലോ എനിക്കും അസുഖം വന്നത്. പക്ഷേ ആ പാത്തൊന്ന് ശരിയായി കൊടുത്തപ്പോൾ രോഗം മാറി. അതുപോലെ നിങ്ങൾക്ക് ഏവർക്കും പാത്ത് ശരിയാക്കിയാൽ രോഗം മാറും. ഇനിയും വൈകിപ്പോയിട്ടില്ല. മരുന്ന് കൊണ്ട് രോഗം മാറുമെന്നുള്ള മിഥ്യാധാരണ പൂർണ്ണമായും മാറ്റിവെക്കുക. നമ്മളൊരു രോഗവുമായി ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ രോഗം മാറും. എങ്ങോട്ട് മാറും? വേറെ കുറേ രോഗങ്ങളായി മാറും. എനിക്കാണെങ്കിലോ ഉണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും മാറി 100% ആരോഗ്യാവസ്ഥയാണ് ഉണ്ടായത്. ഈ ആരോഗ്യാവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഈ രണ്ടാമത് തിരിച്ചു വന്ന ജേക്കബ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.